നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കരീം ബെൻസിമ സ്ട്രൈക്ക് നടത്തി. അൽ ഇത്തിഹാദിന് വേണ്ടി കളിക്കാതെ വിട്ടുനിന്നു. ഒടുവിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടത്തിൽ അൽ ഇത്തിഹാദ് വിട്ട് അൽ ഹിലാലിലേക്ക് ചേക്കേറുകയും ചെയ്തു. എന്നിട്ട് ഇന്നലെ അദ്ദേഹം ഹാട്രിക്ക് നേടിക്കൊണ്ട് അരങ്ങേറ്റം കുറിച്ചു. സ്വാഭാവികമായിട്ടും വീണ്ടും അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ എന്താ നിങ്ങൾ അൽ ഇത്തിഹാദ് വിട്ടതെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു ബെൻസിമയോട്, വൈ ഡിഡ് യു ലീവ് അൽ ഇത്തിഹാദ്? മറുപടി, കരീം ബെൻസിമയുടെ മറുപടി കളിയെക്കുറിച്ച് സംസാരിക്കും. അതായത് ഇന്നലത്തെ അൽ ഹിലാൽ വേഴ്സസ് അൽ അക്ദൌദ് കളിയെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി, വേറൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. കളിയെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ ചോദിക്കുന്ന ആൾ വീണ്ടും ചോദിക്കുകയാണ്, ഫസ്റ്റ് ഗെയിമിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഹാട്രിക്ക് നേടിയല്ലോ, എന്ത് പറയുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, അതൊരു നൈസ് പെർഫോമൻസ് ആയിരുന്നു. ഐ ഫീൽ ഗുഡ്. ഈ തരത്തിലുള്ള കളിക്കാരോടൊപ്പം കളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഈ ഒരു ടീം കളിക്കുന്നത് വളരെ നല്ലതാണ്. ഐ ഫീൽ ഗുഡ് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള കളിക്കാർ, ഈ ടീം എന്നൊക്കെ പറയും. അപ്പോൾ മറ്റേ കളിക്കാർ എത്ര മോശമായിരുന്നു അൽ ഇത്തിഹാദ്? കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. മാധ്യമപ്രവർത്തകൻ അത് ചോദിച്ചു, എന്ത്? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അൽ ഇത്തിഹാദ് പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ പ്ലേയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നല്ലേ? അങ്ങനെ തന്നെയാണ് അതിനെ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഐ സെഡ് ഐ ഫീൽ ഗുഡ്, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് വ്യത്യസ്തമാണ്. ഐ ഫീൽ ഗുഡ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല എന്ന് ബെൻസിമ പറയുന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അൽ ഇത്തിഹാദ് പ്ലേയേഴ്സിനോട് ഗുഡ് ബൈ ഒന്നും പറഞ്ഞില്ലല്ലോ, നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയായിരുന്നല്ലോ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, വാട്ട്? നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയില്ല, അവരോട് ചോദിക്ക് എന്നും പറഞ്ഞിട്ട് ബെൻസിമ അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ചെയ്തത്. മൊത്തത്തിൽ ആൾ കലിപ്പിലായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലുള്ളത്, മനസ്സിലുള്ളത്? അൽ ഇത്തിഹാദിൽ നിന്ന് പോകുന്നത് ശരിയായില്ലെന്നാണോ? അവിടെ താൻ പോകുന്ന രീതി ശരിയല്ല എന്നാണോ? എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ നടക്കുന്നത്. ഒരാൾ സ്ട്രൈക്ക് നടത്തി അവിടെ നിന്ന് ഒരു ക്ലബ്ബിൽ നിന്ന് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുന്നു. വേറൊരാൾ ഇപ്പോൾ സ്ട്രൈക്കിലാണ്. വല്ലാത്ത അവസ്ഥ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.